ആ, നമസ്കാരം. IFBHന്റെ 1801 ദിന മലയാള വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സെഷനാണ് ഇന്ന് നാം ഈ വേദിയിൽ സമ്മാനിക്കുന്നത്. ഹോമിയോപ്പതി മേഖലയിലെ സ്വകാര്യ ചികിത്സകളുടെ പ്രതിസന്ധികളെക്കുറിച്ചും അതിന് എന്തെല്ലാം പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ ദേവരാജ്, ഡോക്ടർ മുഹമ്മദ് അൻസാർ, ഡോക്ടർ റോഷൻ, അതുപോലെ തന്നെ ഈ വേദിയിലുള്ള എല്ലാവരെയും ഈ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതി മേഖല ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അതിൽ നമ്മുടെ ഡോക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവയെ നമുക്ക് ഏതെല്ലാം രീതിയിൽ പ്രതിരോധിക്കാം, അവയ്ക്ക് എന്തെല്ലാം പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം എന്ന വിഷയത്തിലാണ് നാം ഒരു ചർച്ച ഇന്ന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചർച്ച തുടങ്ങുന്നതിനായിട്ട് ഡോക്ടർ ദേവരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവരാജ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. നെറ്റ് പ്രോബ്ലം കാണും, മേ ബി. നെറ്റ് പ്രോബ്ലം ഇല്ല. ദേവരാജ് ഡോക്ടറെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് ഞെക്കിയാ മതി, അൺമ്യൂട്ട് ചെയ്താൽ മതി ഡോക്ടറെ. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. ഹലോ ആ, ഹലോ ഓക്കെ. ഓക്കെ. കേൾക്കുന്നില്ലായിരുന്നു അല്ലേ? ഇല്ല. ഇല്ല. സ്വകാര്യ ചികിത്സ, പ്രത്യേകിച്ച് ഹോമിയോപ്പതി സ്വകാര്യ ചികിത്സകർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഈ സ്വകാര്യ ചികിത്സകർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് വെല്ലുവിളികളില്ല, ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏറ്റക്കുറച്ചിലുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോ സ്വകാര്യ ചികിത്സകർ കുറച്ച് കൂടുതൽ നേരിടുന്നുണ്ട്. പൊതുവായി ഹോമിയോപ്പതിക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളികളാണ് നമ്മൾ ഇന്നിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് തീർച്ചയായിട്ടും സ്വകാര്യ ചികിത്സകര് അതിന്റെ കൂടുതൽ കെടുതികളും അനുഭവിക്കുന്നത് സ്വകാര്യ ചികിത്സകരാണ്. പൊതുവെ സർക്കാർ മേഖലയിലുള്ളവർക്ക് ശമ്പളം ഉള്ളതുകൊണ്ട്, പിന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത ഉള്ളതുകൊണ്ട് അവരെ ഇതത്ര ബാധിക്കാറില്ല. തീർച്ചയായിട്ടും അത് സ്വകാര്യ ചികിത്സകരെ തന്നെയാണ് ബാധിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നം പൊതുവായിട്ട് ഹോമിയോപ്പതിയെ മൊത്തമായിട്ട്, ആ സിസ്റ്റത്തെ മൊത്തമായിട്ട് ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ആദ്യത്തെ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് സാമ്പത്തിക അസ്ഥിരതയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. മറ്റേ സർക്കാർ മേഖലയെ അത്രയും ബാധിക്കുന്നില്ല. സാമ്പത്തിക അസ്ഥിരത നമ്മൾക്ക് പ്രകടമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം. കൊറോണ കാലത്ത് ആദ്യം നമ്മളെ ചികിത്സയിൽ നിന്നും മാറ്റി നിർത്തി. അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ അതിനുശേഷം ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ അതൊരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോലും നമ്മൾക്ക് കുറച്ച് പേഷ്യൻസിന് കുറവുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, ഈ നമ്മളുടെ അടുത്ത് നിന്ന് വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ പോലും പലപ്പോഴും നമ്മളുടെ ചികിത്സ തേടുന്നതിൽ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്. കുറെ എന്നുവെച്ചാൽ ഇപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അവസ്ഥയൊക്കെ മാറി, ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ മാറി, ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, യഥാ രാജ തഥാ പ്രജ. നമ്മുടെ നേതാക്കന്മാർ ഉൾപ്പെടെ വിദേശത്ത് പോയാണ് ചികിത്സിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നാട്ടുകാര് നമ്മുടെ അടുത്ത് വരിക? അപ്പൊ വലിയ വലിയ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത ഈ ചികിത്സാ രംഗത്തുണ്ട്. അത് എപ്പോഴും നല്ലതാണ് എന്നുള്ള ഒരു സാധ്യത, നല്ലതാണ് എന്നുള്ളൊരു ചിന്താഗതി അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നമ്പർ 1 ആയ കേരളത്തിൽ നിന്ന് പോലും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്നത്. ഇപ്പൊ ഹോമിയോപ്പതിക്ക് ഒരു മയോ ക്ലിനിക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതൊരു ഘടകമാണ്. സാമ്പത്തിക അസ്ഥിരത എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിൽ അത്തരം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയതാണ്. നല്ല വിലയ്ക്ക്, കൊറോണയ്ക്ക് മുമ്പ് വാങ്ങി. അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ, റവന്യൂ പ്രശ്നം അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിയാക്കി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ അതോടൊപ്പം പിന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ സ്വകാര്യ ചികിത്സയിലുണ്ടാകുന്ന ചില അസ്ഥിരതകളുണ്ട്. ആ അസ്ഥിരതകൾ നമ്മൾക്ക് ഒരു മുന്നിട്ടിറങ്ങാനുള്ള ഒരു സാധ്യത കുറയ്ക്കുന്നു.
ആ സാധ്യത അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ച് അതിനെ മറികടക്കാമെന്ന് ഞാൻ ആദ്യം പ്രശ്നങ്ങൾ പറയാം. പിന്നെ കാരണം അതിന്റെ പരിഹാരങ്ങളിലേക്ക് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള പരിഹാരങ്ങളിലേക്ക് വരാം. രണ്ടാമത് മേഖലയിലെ കിടമത്സരം, പ്രത്യേകിച്ച് മേഖലയിലേക്കുള്ള കോർപ്പറേറ്റുകൾ. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഹെൽത്ത് ആണ്, അല്ലാതെ ഈ ഹോമിയോപ്പതി മേഖലയിലേക്ക് കോർപ്പറേറ്റുകൾ വരുന്നില്ല. പക്ഷെ കോർപ്പറേറ്റുകൾ അവരുടെ പെരിഫറൽ ക്ലിനിക്കുകൾ ചെറിയ നാട്ടിൻപുറങ്ങളിൽ പോലും ഇടുകയാണ്. അവരുടെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെറിയ ഇപ്പൊ കേരളത്തിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകളും വൻകിട കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഹോസ്പിറ്റലുകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടെ തന്നെയുള്ള വലിയ ഹോസ്പിറ്റലുകൾ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഞങ്ങളുടെ മേഖലയിൽ തന്നെ ഒരു പെരിഫറൽ ക്ലിനിക് ഉണ്ട്. അവിടെ വരുന്ന രോഗികളെ അവിടെ അത്യാവശ്യം പരിശോധനയൊക്കെ നടത്തി ഡോക്ടറുണ്ട്. അതിനുശേഷം അവര് തന്നെ റെഫർ ചെയ്യാണ് അവരുടെ ഹോസ്പിറ്റലിലേക്ക്. അതായത് ചെറിയ മറ്റു ഹോസ്പിറ്റലുകൾക്ക് പോലും കിട്ടരുത് എന്നുള്ള ഒരു സമീപനം ഈ രംഗത്തുണ്ട്. ഒരുതരം ഒരു ആധിപത്യ പ്രവണത ഈ കോർപ്പറേറ്റുകൾ ഇതിനകത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയെ പോലുള്ള അസംഘടിതമായ, ഇവിടെ നമ്മൾക്കൊരു വലിയൊരു ഹോസ്പിറ്റൽ ശൃംഖലയൊന്നും ഇല്ല. സ്വകാര്യ ചികിത്സകർ എന്ന് പറയുന്ന മിക്കവാറും ഫാമിലി ക്ലിനിക്കുകളാണ്. ഈ ഫാമിലി ക്ലിനിക്കുകൾക്കുള്ള ഒരു പ്രത്യേക ഫാമിലി ക്ലിനിക്കുകൾ എന്നിട്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ എടുക്കുകയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഇന്ന് എന്റെ കൂടെ സഹപാനലിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നവരൊക്കെ പടിയാർ കോളേജിലെ എന്റെ ജൂനിയേഴ്സാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഫാമിലി എല്ലാവരുടെയും ഫാമിലി ഒരു ക്ലിനിക്ക് നടത്തുന്ന ആൾക്കാരാണ്. കാരണം ഒന്നിലധികം ആൾക്കാർ ഒരു വീട്ടിൽ തന്നെ ഈ 3 പേരുടെയും വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഏതാണ്ട് അടുത്ത തലമുറ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്, ഈ 3 പേരുടെ. അപ്പോൾ അത് ഈ ഫാമിലി മേഖലയിൽ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾക്ക് ചില കാര്യങ്ങളിൽ നമ്മൾക്ക് തീരുമാനമെടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഒരു ഫാമിലി എന്ന് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് പോയി ഇരിക്കുന്ന ഒരു സമ്മർദ്ദമല്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫാമിലി ക്ലിനിക്ക് നടത്തുമ്പോഴുണ്ടാകും. അതും ഈ പറഞ്ഞ ഒരു സ്വകാര്യ ചികിത്സകർ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫാമിലിയുടെ ആധിക്യം. അതൊരു വളരെ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ന്യൂക്ലിയർ ഫാമിലിയുടെ ആധിക്യം. കാരണം ഇപ്പോൾ എല്ലാം ഒരു കുട്ടിയും അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമേ കാണൂ. അപ്പോൾ ഇവർ 2 പേർക്ക് ജോലി കാണും, അവർക്ക് ജോലിക്ക് പോകണം. നമ്മൾ പറയുന്ന ഇപ്പൊ ഹോമിയോപ്പതി മരുന്ന് ഒരു 4 നേരം കൊടുക്കണം അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക് മരുന്നിന് മരുന്നില്ല. ഒരു ഫാമിലി ഒരാളോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് അവര് ഹോമിയോ മരുന്ന് കഴിക്കണം. പണ്ട് നേരെ തിരിച്ചായിരുന്നു, കുട്ടികൾക്ക് ഹോമിയോ മരുന്നും വലിയ ആൾക്കാർക്ക് അലോപ്പതിയാണ്. ഇപ്പൊ നേരെ തിരിച്ചു വന്നിട്ട് ഒരു പറയുന്നത് ഈ കുട്ടികൾക്ക് ഈ മണിക്കൂർ ഇടപെട്ടൊന്നും മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊരു അത്തരത്തില് ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോയപ്പോ പണ്ട് അമ്മൂമ്മമാരുണ്ടാവും വീട്ടിൽ, അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളുണ്ടാവും. ഇപ്പോൾ അതില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് തീർച്ചയായിട്ടും സ്വകാര്യ ചികിത്സകർക്ക് നമ്മൾ നേരിടുന്ന, നമ്മൾക്ക് പേഷ്യന്റ് കുറയുമ്പോൾ ഈ കുട്ടികളെ ഏറ്റവും അധികം കിട്ടിക്കൊണ്ടിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ ആളില്ല എന്ന് പറയുന്ന ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഈ ടീച്ചേഴ്സ് പറയുന്നത് ഇതിങ്ങനെ 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ, മറ്റേ നിങ്ങൾക്ക് അലോപ്പതി കൊടുത്തുകൂടെ എന്ന് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. തരത്തിൽ ഒരുപാട് ഹോമിയോപ്പതിക്കെതിരായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങളാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾക്കെതിരെയുള്ള ആക്രമണം, അതിപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ. അതോടൊപ്പം തന്നെ ചില ഹോമിയോപ്പതി ഡോക്ടർമാർ തന്നെ അവരുടെ ആ നിരാശ പ്രകടിപ്പിക്കുന്നത് ഹോമിയോപ്പതിയെ എതിർത്തുകൊണ്ടാണ്. ഹോമിയോപ്പതി അത് പല ചില ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച ഞാൻ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവര് പറയുന്നത് ഇത് നമ്മൾ മെഡിസിന്റെ വിലയും ഈ അതിന്റെ വെഹിക്കിൾസും അതിന്റെ വിലയൊക്കെ കൂടി കണക്ക് കൂട്ടിയിട്ട് ആ വിലയാണോ നമ്മൾ വാങ്ങുന്നത് എന്ന് ചോദിച്ച് നമ്മൾ ഭയങ്കര അവർക്ക് അവിടെ ഭയങ്കര ധാർമ്മികതയാണ് അവർ ഉയർത്തിപ്പിടിക്കണേ. ഇവരുടെ ധാർമ്മികതയുടെ അടിത്തറ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹോമിയോപ്പതി ഡോക്ടറുടെ എന്തെങ്കിലും ഒരു ചികിത്സാ പിഴവ് വന്നു കഴിഞ്ഞാൽ ഇവരത് ആഘോഷിക്കും. അതേ സമയത്ത് അലോപ്പതിയിൽ വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം അങ്ങനെയാണ്, ശാസ്ത്രത്തിൽ ചില കുറ്റങ്ങളൊക്കെ ഉണ്ടാവും.
ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നമ്മൾ സഹിക്കണം എന്ന് അത് പറയുന്നത് അലോപ്പതിക്കാരല്ല, ഈ വഴിതെറ്റിയ ചില ഹോമിയോ ഡോക്ടർമാർ, അവരാണിത് പറയുന്നത്. അപ്പൊ അത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ വളരെയധികം ഇന്ന് ഹോമിയോപ്പതി നേരിടുന്നുണ്ട്. അതിലെ ഒരു ഇതാണ് ഈ ഹോമിയോപ്പതി മരുന്നുകളൊക്കെ ഷുഗർ ആണ്, അതുകൊണ്ട് ഷുഗർ ഗ്ലോബ്യൂൾസിലാണ് തരുന്നത്. അത് നമുക്ക് ഷുഗർ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പലരും വന്ന് നമ്മളോട് പറയാറുണ്ട് ഇത്. ഒരിക്കൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സിസ്റ്റർ, അവര് ഒരു ഹോസ്പിറ്റൽ നഴ്സും കൂടിയാണ്. അവിടെ എക്സ്റേ ജോലി ചെയ്യാനായിട്ട് എക്സ്റേ ടെക്നീഷ്യനായിട്ട് ചെന്നൊരു കുട്ടി, അവർ ഹോമിയോ മാത്രമേ ജനിച്ചപ്പോൾ തൊട്ട് കഴിച്ചിട്ടുള്ളൂ. അവരോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അവർ നിർബന്ധിച്ച് ഈ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഷുഗറാണ്, അപ്പൊ ഹോമിയോ ആണ് കഴിക്കണേന്ന് ഇവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞൊരു മറുപടി, നീ അതുകൊണ്ടാണ് നിനക്ക് ഷുഗർ ഉണ്ടായത് എന്ന് പറയും. അതുപോലെ ഈ നമ്മളുടെ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് ഒരു കാരണം നമ്മുടെ അടുത്തുനിന്ന് പേഷ്യന്റിനെ അവര് ക്യാൻവാസ് ചെയ്യുന്ന ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേഷ്യന്റ്, അവർ ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നേത്ര പരിശോധന കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നേത്ര പരിശോധന നടത്തുകയുണ്ടായി. നേത്ര പരിശോധന നടത്തിയപ്പോൾ അപ്പൊ ഇവര് ഇവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ പോയത്. ഒരു ഗ്രൂപ്പ് കുടുംബശ്രീ ഗ്രൂപ്പിലെ അംഗങ്ങൾ മൊത്തമായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവരുടെ ഊഴമാകാനുള്ള സമയം ഉള്ളത് കൊണ്ട് അവിടെ സ്കിൻ ഡോക്ടർ, അവിടെ സ്കിൻ ഒപിയിൽ തിരക്ക് കുറവ്. ഇവർ വെറുതെ സ്കിൻ കയറിയിട്ട് ഇവരുടെ കൈ കാണിച്ചിട്ട് ഇവർക്കൊരു അതുകൊണ്ട് ഒരു ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു അസുഖം. അപ്പൊ ഇവര് ഈ ഡോക്ടർ ഇവരെ വിശദമായിട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷം അമൈലോട്രോഫ്, അതിന്റെ നമുക്ക് നോക്കി പറയാം, അവര് തന്ന റിസൾട്ട് മാക്യുലർ അമൈലോഡോസിസ് എന്നാണ് അതിനെ ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇനി വരുമ്പോൾ ഒന്നിലധികം ആൾക്കാരുമായിട്ട് വരണം, സ്കിൻ ബയോപ്സി എടുത്തിട്ട് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇവർക്ക് കയറെടുത്ത് കയ്യിൽ ഇങ്ങനെ കൈത്തണ്ടയിൽ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ മാത്രമേ ഇത് വരാറുള്ളൂ. ഇപ്പൊ അവർ അതിന്റെ പണി ചെയ്യുന്നില്ല, അവർക്ക് വർഷങ്ങളായിട്ട് വന്നിട്ടുമില്ല. അവര് കൊറോണയുടെ പോലും മരുന്ന് ഉപയോഗിക്കാത്ത അത്ര മാത്രം ഹോമിയോപ്പതി മരുന്നുകൾ മാത്രം ആശ്രയിക്കുന്നവരാണ്. അപ്പൊ ഇവര് ഈ റിപ്പോർട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാനിത് റെഫർ ചെയ്ത് നോക്കിയപ്പോ ഇത് ഒരു പ്രഷർ സ്ക്രാച്ചസ് ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രഷർ അപ്ലിക്കേരിയക്കാണ്. നമ്മൾക്ക് നിസ്സാരമായിട്ട് ഇപ്പൊ ഇവർ പറയുകയും ചെയ്തു, ഡോക്ടറെ മരുന്നുകൊണ്ട് എനിക്കിത് മാറിയതാണ്, പിന്നെ അവിടെ ചെന്നപ്പോ എനിക്കിത് ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു. അവിടെ പ്രശ്നം അവിടെ നിന്നില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇവരെ ഈ ഡോക്ടർ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഫോൺ വിളിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് ഇവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ എന്താ വരാതിരുന്നതെന്ന് ചോദിച്ചു. അവര് പറഞ്ഞാൽ എനിക്ക് ചെറിയ അസൗകര്യം ഉണ്ടായിരുന്നു. വീണ്ടും അടുത്ത ആഴ്ചയും വിളിക്കുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഞാനിപ്പോ ആ ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ ഇവര് എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടറെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്താ വരാത്തത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ പണ്ടില്ലായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലൊരു തരം ക്യാൻവാസിങ് ആ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഒരു തരത്തിൽ ഇതിനൊരു കാരണമാണ്. പിന്നെ ഔഷധ നിർമ്മാണ കമ്പനികളുടെയും കോളേജ് അധ്യാപകരുടെയും നിസ്സഹകരണം. ഏറ്റവും അധികം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ അലോപ്പതി മേഖലയെ ശ്രദ്ധിച്ചാൽ, ആയുർവേദത്തിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചികിത്സയൊക്കെ സപ്പോർട്ട് ചെയ്യും, അതിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഔഷധ നിർമ്മാണ കമ്പനികളൊക്കെ. നമ്മുടെ കാര്യത്തില് ഈ കമ്പനികൾക്ക് യാതൊരുവിധ മാക്സിമം പൈസ ഡോക്ടർമാരിൽ നിന്ന് എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്ന് നോക്കുന്ന, വില വർദ്ധിപ്പിക്കാം. ഇപ്പൊ പല കമ്പനികളും ഈ അടുത്ത് തന്നെ വില വർദ്ധിപ്പിക്കാം എന്ന് നോക്കുന്നതല്ലാതെ, ഇതിനിടയ്ക്ക് അങ്ങനെ ഇല്ലാത്ത കമ്പനികളും ഉണ്ട്, ഞാൻ എല്ലാവരെയും ഒരുമിച്ച് പറയല്ല. വില വർദ്ധിപ്പിക്കാം എന്നതല്ലാതെ ഇവര് ഹോമിയോപ്പതിക്ക് ഒരു പൊതുവായ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ മുന്നോട്ട് വരുന്നില്ല. അതിൽ വളരെ മോശമായ അനുഭവമാണ് ഈ അധ്യാപകരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഹോമിയോ കോളേജ് അധ്യാപകർ എന്ന് പറയുന്നത്. അവര് ഇവിടെ ഹോമിയോപ്പതിയെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്തൊന്നും ഇവര് വന്നില്ല എന്ന് മാത്രമല്ല, ഒരു കോളേജ് ചെയ്തത് എന്താണ്, കൊറോണ വാക്സിന് വേണ്ടിയിട്ട് സാമ്പത്തിക പിരിച്ചു കൊടുത്ത്, അവരുടെ ഒരു വിഹിതം ലക്ഷങ്ങൾ പിരിച്ച് കൊറോണ വാക്സിന് വേണ്ടി പിരിച്ചു കൊടുത്ത് നല്ല വെള്ളയാകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾക്കറിയാം, ഒരു ഹാരിസ് ഡോക്ടർ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളും നമ്മുടെ ഹോമിയോ
ഹോമിയോപ്പതി മേഖലകൾ ഇല്ല എന്ന് പറയേണ്ടതെന്ന് വളരെ ഖേദകരമാണത്, എങ്കിൽ പോലും പറയേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ കോളേജിൽ നിന്നും ഇപ്പോൾ ഹോമിയോപ്പതി നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അല്ല, പരിഹാര നിർദ്ദേശങ്ങളായിട്ട് അവരാരും നമ്മളോടൊപ്പം സഹകരിക്കുന്നില്ല. ലൈസൻസ് രാജ് ഒരു പ്രശ്നമാണെങ്കിലും ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ 45ഓളം ലൈസൻസുകൾ വേണം അലോപ്പതിക്കാർക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾക്ക് ഇപ്പോൾ അത്രയും ലൈസൻസുകളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ ആക്ട് വന്നിട്ടുണ്ടോ, പൊതുജനാരോഗ്യ ആക്ട്. അപ്പൊ ആ ആക്ടില് എല്ലാം അതിനെതിരെ നമ്മളിപ്പോ തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളിലൂടെ നമ്മൾ ഒതുക്കാൻ ശ്രമിക്കുന്നല്ലാതെ ഈ ലൈസൻസ് രാജ് നമുക്ക് അത്രയും മറ്റവരെ പോലെ ബാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾക്ക് ഈ പൊതുജനാരോഗ്യ ആക്ടിൽ തന്നെയുള്ള ഈ ജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാന്നുള്ള അത് IMA ഇമേജിനാണ് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇമേജ് എന്ന് പറയുന്നത് അതിനകത്ത് മോണോപ്പൊളിയാണ്, അവർ കുത്തകയാണ്, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കത് വേണ്ട എന്നുള്ള ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അതൊക്കെ നമ്മുടെ സാധ്യതകളാണ്. നമ്മൾ ജൈവ മാലിന്യങ്ങളൊന്നും ഇൻവേസീവ് മെത്തേഡൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അതിനെ ഒഴിവാക്കി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് IMAയുടെ കയ്യിലാകുമ്പോഴുള്ളൊരു കുഴപ്പം ഇവര് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഇവരായിരിക്കും ഇതിന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു വൻ റേറ്റ് നമ്മൾ കൊടുത്താലും നമ്മൾക്ക് മാലിന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കടമ്പ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് കൊടുത്തേ പറ്റൂ. അപ്പൊ അത്തരത്തില് നമ്മൾക്ക് ഈ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ല. പക്ഷെ ഡോക്ടർ ഒരു 2 മിനിറ്റ് എടുത്ത് ഒന്ന് വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ ഇനി പരിഹാരം ഇനി പറയാനുള്ളത് AI സാങ്കേതിക വിദ്യ. അത് തീർച്ചയായിട്ടും AI സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ ഏത് സാങ്കേതിക വിദ്യകളും വികസിക്കുന്നത് ഒരിക്കലും ഒരു സിസ്റ്റത്തിനും എതിരല്ല. തീർച്ചയായിട്ടും ഹോമിയോപ്പതി പോലുള്ള വൈദ്യശാസ്ത്രത്തിന് സാധ്യത കൂടുന്നുണ്ട്. പിന്നെ സംഘടനാ രംഗത്തെ അനഭിലഷണീയ പ്രവണതകൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു IMA പോലൊരു സംഘടനയില്ല ഹോമിയോപ്പതി. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് പൊതുവായ ഒരു തൊഴിലിട ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ എല്ലാവരും അവരവരുടെ രംഗത്താണ്, അവരവർ മുതലാളിമാരും അവരവർ ക്ലിനിക്കിന്റെ ഉടമയും അവരുടെ തൊഴിലാളികളും അവർ തന്നെയാണ്. IMAയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവര് ഒരു വൻകിട മേഖലകളിൽ അവർക്ക് ഒരു തൊഴിൽദായകനുണ്ട്. ഇവിടെ നമ്മൾക്കത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആണെന്ന് എനിക്ക് തോന്നണം ഒരു ഹോമിയോപ്പതി രംഗത്ത് ഒരു ശക്തമായ സംഘടന ഉയർന്നു വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ശക്തമായിട്ട് പരിഹരിക്കാൻ പറ്റാന്. പിന്നെ ഇനി പൊതുജനാരോഗ്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹോമിയോപ്പതിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അത് നമ്മൾ മറികടക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ പോലും ഈ വൈരനൈര്യാ ബുദ്ധിയോടുകൂടിയാണ് പല ഹോമിയോ ഡോക്ടർമാരും പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു വിരോധം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊന്നും സഹകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും. അത്തരത്തിലല്ല, ഒരു പൊതുവായ ഒരു ആക്രമണം വരുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ചിന്തിക്കേണ്ടതിന് പകരം നമ്മുടെ മേഖലയിൽ ഹോമിയോപ്പതി മേഖലയിൽ ഇൻഡിവിജ്വലൈസ്ഡ് അപ്രോച്ച് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓരോ ഇൻഡിവിജ്വലും അവരവരാണ് ശരിയെന്നുള്ള രീതിക്കാണ് പോകുന്നത്. പൊതുവായ ഒരു ഇതില്ല. പിന്നെ പരിഹാരം എന്ന് പറയുന്നത്, പരിഹാരം ആയിട്ട് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പേഴ്സണലൈസ്ഡ് മെഡിസിന്റെ പരിഹാരം പിന്നെ പറഞ്ഞാൽ മതിയോ. പേഴ്സണലൈസ്ഡ് മെഡിസിന്റെ സാധ്യതകൾ അത് നമ്മൾക്ക് ഹോമിയോപ്പതിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇന്ന് അവർ പോലും പ്രിസൈസ് മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമീപനത്തെ അവർ മിമിക് ചെയ്യുക. ഈ മിമിക് ചെയ്യുമ്പോൾ പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും യഥാർത്ഥമാകത്തില്ല. അപ്പൊ അത്തരം സാധ്യതകൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലെ അവർക്ക് ഇൻക്യൂറബിൾ എന്ന് പറയുന്ന ഒരുപാട് ഡിസീസ് നമ്മൾക്ക് ഉള്ള സാധ്യതകളാണ്. പിന്നെ മാധ്യമരംഗത്ത് ശക്തമായ ഇടപെടൽ വേണം. പിന്നെ ക്ഷേമനിധി. ഈ ക്ഷേമനിധി പണ്ട് ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്നപ്പോൾ ക്ഷേമനിധി രൂപീകരിക്കാനുള്ള ശ്രമം നടന്നതാണ്. ഡോക്ടർമാർക്ക് ക്ഷേമനിധി രൂപീകരിക്കാനുള്ള ശ്രമം നടന്നതാണ്. അതിനൊരു മീറ്റിംഗ് ഒക്കെ കൂടിയതാണ്. ആ മീറ്റിംഗ് പക്ഷെ വേണ്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ പറഞ്ഞ പോലത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ, സംഘടനകൾക്ക് തമ്മിലുള്ള ഐക്യമില്ലായ്മ, ഇതൊന്നും കൊണ്ട് കഴിഞ്ഞില്ല. അപ്പം ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ആ ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയുന്ന രീതിയിൽ അത് വികസിപ്പിക്കാം. അത് ഇതിന്റെ ഒരു പരിഹാരമാണ്. നമ്മുടെ അതായത് സ്വകാര്യ മേഖല നേരിടുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഈ ക്ഷേമനിധി. ഒരു പരിഹാരം മാത്രമാണ്. ബാക്കി
നമ്മള് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിതില് ഒരു ഇച്ഛാഭംഗം നേരിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ചികിത്സാ രംഗത്ത് നമ്മൾക്ക് കുറച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ആ മാന്ദ്യം മാറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുള്ള ഒരു പുലരി തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് മാത്രം സാധ്യതയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ ദേവൻ ഡോക്ടറെ, സമയം കുറവുള്ളത് കൊണ്ട് ഇനി മറ്റ് രണ്ടുപേരുണ്ട്. തീർച്ചയായിട്ടും സമയം ഉണ്ടെങ്കിൽ തിരിച്ച് ഡോക്ടറിലേക്ക് എത്താം. അപ്പൊ എന്താണ് ഹോമിയോപ്പതി രംഗത്ത് സ്വകാര്യ പ്രാക്ടീഷണേഴ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ ദേവൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇനി അതിനെക്കുറിച്ച് ബാക്കി മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡോക്ടർ അൻസാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഡോക്ടറെ തുടങ്ങാം. താങ്ക് യു. എത്ര മിനിറ്റാണ് എനിക്ക് അനുവദിച്ചതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഡോക്ടർ എല്ലാവർക്കും 15 മിനിറ്റ് എന്നാണ് ഞാൻ കരുതിയത്. എന്നാലേ ഒരു 15 മിനിറ്റ് നമുക്കൊരു ചർച്ചയ്ക്കും കൂടെ സമയം കിട്ടും. ഓക്കെ. ഇവിടെ ഇപ്പോ പറഞ്ഞു വന്നപ്പോ ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇതിന്റെ ഒരു കാരണം. ഇതെല്ലാവർക്കും പറയാൻ ഒരേ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്നത് ഹോമിയോപ്പതി രംഗത്തെ എന്തൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഒരുപോലെ വീക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പാനലിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഏറെക്കുറെ ഏക അഭിപ്രായമായിരിക്കും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ എഴുതി കൈ പിടിച്ച കാര്യങ്ങളൊക്കെ ദേവരാജ് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അതിനെ ഒന്ന് ആഡ് ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ. കാരണം ദേവരാജ് പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രൈവറ്റ് ഡോക്ടേഴ്സിന് മാത്രമായി ഒരു പ്രശ്നം ഹോമിയോപ്പതിയിൽ ഇല്ല എങ്കിലും പക്ഷെ പ്രൈവറ്റ് ഡോക്ടർമാർക്കുണ്ട് താനും. കാരണം പ്രൈവറ്റ് ഡോക്ടർമാരുടെ എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ഇല്ല എന്നത് ഈ കൊറോണയ്ക്ക് ശേഷം വന്ന വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. മുമ്പൊന്നും നമുക്ക് അങ്ങനെ രോഗികളെ കാത്തിരിക്കേണ്ട ഗതികേട് അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പലപ്പോഴും രോഗികളെ കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഹോമിയോപ്പതിക്ക് എതിരെ നടന്നിട്ടുള്ള പല പ്രചരണങ്ങളും. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഹെൽത്തിനെ കുറിച്ചൊരു വല്ലാത്ത ആങ്സൈറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ആങ്സൈറ്റി രൂപപ്പെട്ടത് കൊണ്ട് തന്നെ അവർ ചെറിയൊരു കാര്യത്തിന് പോലും വലിയ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു അലോപ്പതി ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറയുന്നത് എന്താ വെച്ചാൽ ഒരു പനിയോ ജലദോഷമോ വന്ന വലിയ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ആളുകൾ പോകുന്നത്. ആ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ എല്ലാ മേഖലയിലും ഉള്ള ഡോക്ടർമാരെയും ക്ലിനിക്കുകളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഗ്രാമാന്തരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ കോർപ്പറേറ്റുകളുടെ ക്ലിനിക്കുകളുണ്ട്. അത് കൂടാതെ ഡോക്ടേഴ്സ്, ഇപ്പോൾ അലോപ്പതിക് ഡോക്ടേഴ്സ് തന്നെ അവരെ എക്സിസ്റ്റൻസിന് വേണ്ടി കിടന്ന് ഓടുന്ന ഒരു അവസ്ഥ ഇപ്പം ഉണ്ട്. ആ അവസ്ഥയിൽ അവർ തന്നെ ഒരുപാട് ക്ലിനിക്കുകൾ, ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇട്ടാവട്ടത്തിൽ ഏകദേശം 25-30 അലോപ്പതി ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ രോഗികളുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് അവയർനെസ് കൂടിയത് കുറച്ച് പ്രശ്നമുണ്ട്. അത് ഈ പബ്ലിക് അവയർനെസ് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയകളിലെ കൂടെയുള്ള അവയർനെസ് ആണ് കുറെ ഉപദ്രവം ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന കുറെ അറിവുകളും മറ്റുമൊക്കെ നമ്മളെ സാരമായി ബാധിക്കുന്നുണ്ട്. അത് കൂടാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെതിരെയുള്ള പ്രചരണങ്ങൾ അത് വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സംഘടനകൾക്ക് അതിൽ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവും. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നതിൽ സംഘടനകൾ പല വിമുഖതയാണ്. അവർ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരു സംഘടിതമായ പലപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണ് നമുക്കെതിരെ വരുന്നത്. അവർക്കെതിരെ സംഘടനാപരമായി പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളുന്ന ഏറ്റവും വലിയ സംഘടന എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ പോലും അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഉൾപ്പെടെ അതിൽ മെമ്പറാണ്. പക്ഷെ യാതൊരു കാരണവശാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ പല കൂട്ടായ്മകളും ഉണ്ടാക്കേണ്ടി വരികയാണ് ചില ഘട്ടങ്ങളിൽ. കാരണം ഇപ്പൊ പൊതുജനാരോഗ്യ നിയമം വന്നു, അത് ഹോമിയോപ്പതിക്കെതിരെ വളരെ ഉപദ്രവമായി മാറും എന്ന് കണ്ടപ്പോൾ പോലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഘടനകളും ഉണ്ടായില്ല. എന്നാൽ പ്രൈവറ്റ് മേഖലയിലെ ഒരു സംഘടന മാത്രമാണ് ഇതിനെ അനുകൂലമായി നിന്നത്. മറ്റുള്ളവരൊക്കെ ഈ ഒരു മൂവ്മെന്റിനെ എതിർക്കാനാണ് ശ്രമിച്ചത്. നമ്മളത് പ്രാവർത്തികമാവും, അത് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വന്നപ്പോൾ മാത്രമാണ് അവര് കുറച്ചെങ്കിലും ഉണരാൻ തയ്യാറായത്. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷത്തില് സ്വാഭാവികമായി ഇതിന്റെ മുഴുവൻ ദൂഷ്യഫലങ്ങളും അനുഭവിക്കുന്നത് സ്വകാര്യ മേഖല തന്നെയാണ്. കാരണം സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലോ ഉള്ള ഡോക്ടർമാരെ സംബന്ധിച്ചോ യാതൊരു കാരണവശാലും അവർക്ക് കിട്ടുന്ന ശമ്പളം ഒന്നും കുറയുന്നില്ല. അവർക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലും രോഗികൾ വന്നാലും വന്നില്ലെങ്കിലും അവരുടെ പ്രാക്ടീസ് കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന എല്ലാ പരിരക്ഷയും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു പരിരക്ഷ നമ്മുടെ ഡോക്ടർമാർക്കില്ല. ഇവിടെയാണ് ഈ ക്ഷേമനിധിയുടെയൊക്കെ നേരത്തെ പറഞ്ഞ പ്രാധാന്യം. പക്ഷെ ഈ ക്ഷേമനിധി നേരത്തെ ഇവിടെ പ്രൈവറ്റ് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെച്ചതാണ്. അന്നേരം മിനിമം 1000 പേരെങ്കിലും ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ആ ക്ഷേമനിധിയുടെ ഒരു ശരിയായ ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ 4000, 3500, 5000 ഒക്കെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സംഘടന ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ അതിന് വേണ്ടി ഒരു മൂവ്മെന്റ് നടത്തിയതായിട്ട് അറിവില്ല. പക്ഷെ അവരും എപ്പോഴും സ്വകാര്യ ഡോക്ടർമാരെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ള ഒരു പ്രശ്നം, അലോപ്പതിക് ഡോക്ടർമാരുടെ അടുത്തൊന്നും നമുക്ക് നമ്മുടെ ഡോക്ടർമാർക്കെതിരെ, നമ്മുടെ ചികിത്സക്കെതിരെ ആയിട്ടുള്ള പല പ്രചരണങ്ങളുമാണ്. ഈ പ്രചരണങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ സ്വകാര്യ ഹോമിയോ ഡോക്ടർമാരെ തന്നെയാണ്. അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് വേണം നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇതിന് പരിഹാരം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡോക്ടർക്കോ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും അതിന് സംഘടിതമായ ഒരു ശ്രമം തന്നെ ആവശ്യമുണ്ട്. മറ്റൊന്നാണ് ക്വാക്സ്, അതായത് വ്യാജ ഡോക്ടർമാരുടെ അതിപ്രസരം. അത് ഒരു കാലത്ത് കുറച്ച് നാള് ഒന്ന് കുറഞ്ഞു വന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാജ ഡോക്ടർമാർ ഓരോ ദിവസവും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതികളിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ഇന്ന് നമുക്ക് മിനിസ്റ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്റ്റർ പറയും അതിന് വ്യക്തമായ നിയമമുണ്ട്, ആ നിയമത്തിന്റെ ഇതിൽ നമുക്ക് ചെയ്യാം, ഇവിടെ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. പക്ഷെ മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മങ്കര ചുങ്കക്കാരൻ എന്ന് പറയും. അതായത് 2 കാലും ഇല്ലാത്ത ഒരു വ്യക്തി. അയാൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാലില്ലേ നിന്റെ തല ഞാൻ ചവിട്ടിപ്പൊളിക്കുന്നൊക്കെ പറയാം. പക്ഷെ 2 കാലും ഇല്ല. ആ ഒരു അവസ്ഥയാണ് മെഡിക്കൽ കൗൺസിലിന് അന്നും ഇന്നും. ഒരിക്കലും അതിനൊരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല. ആ വ്യത്യാസം വരുത്താനായിട്ട് ഇവിടുത്തെ സംഘടനകൾക്ക് സാധിച്ചിട്ടുമില്ല. കാരണം നമ്മൾ പലപ്പോഴും മെഡിക്കൽ കൗൺസിൽ മെമ്പർമാർ മാറി മാറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഓരോരുത്തരും അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി മാത്രമാണ് നോക്കുന്നത്. അവർക്ക് എങ്ങനെ ആ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വകാര്യ ഡോക്ടർമാർക്ക് അനുകൂലമായോ അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. മറ്റൊന്ന് മെഡിസിൻ കോസ്റ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കാരണം ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, കാരണം കമ്പനികൾ ദിനം പ്രതി മെഡിസിൻ കോസ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മെഡിസിൻ കോസ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്ലിനിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങളെ നമുക്ക് അതിനനുസരിച്ച് പാകപ്പെടുത്തേണ്ടി വരും. അനുസരിച്ചുള്ള ഒരു ഫീസ് വാങ്ങേണ്ടി വരും. ഒരിക്കലും നമുക്ക് സ്വകാര്യ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. എന്നാൽ സ്വകാര്യ ഡോക്ടർമാര് ഗവൺമെന്റിന് നല്ലൊരു റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഗവൺമെന്റിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതും ഇവിടുത്തെ സംഘടനകളാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു സിംഗിൾ ഡോക്ടർക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. അതായത് ഇവിടെ 15,000-ഓളം അല്ലെങ്കിൽ 18,000-ഓളം ഹോമിയോ ഡോക്ടർമാർ ക്വാളിഫൈഡ് ഉണ്ടെങ്കിൽ അതിന് ഒരു 10,000-ൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
അവരിൽ തന്നെ ഒരു നല്ല വിഭാഗം കുറേയധികം പേര് വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മരുന്ന് വിൽപ്പനയും അത് കൂടാതെ മറ്റ് രീതികളിലുള്ള വരുമാനവും എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ നല്ലൊരു റവന്യൂ ഈ ഒരു സ്വകാര്യ മേഖലയിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അതായത് ഒരു സ്വകാര്യ മേഖല എന്ന് പറയുമ്പോൾ അതൊരു സ്വയം തൊഴിൽ മേഖലയാണ്. ഈ സ്വയം തൊഴിൽ മേഖലയെ പരിപോഷിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ട കടമ ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. ഈ ഗവൺമെന്റിനെ ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ സംഘടനകൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. സംഘടനകൾ എന്തുകൊണ്ട് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഘടനകൾ ആ രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻ കോസ്റ്റിനൊപ്പം തന്നെയാണ് ഒരു ക്ലിനിക്ക് റൺ ചെയ്യുമ്പോൾ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ്. ആ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജിന് അനുസരിച്ചുള്ള ഒരു കോസ്റ്റ് എപ്പോഴും നമുക്ക് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടി വരും. ഇതൊരിക്കലും ആക്ച്വൽ റേറ്റിന് ഒപ്പം നിൽക്കണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ കാര്യത്തില് മനസ്സിലാക്കി വെച്ചത്. പരിഹാരം എന്നുള്ളത് നമ്മൾ കൂട്ടായി പറയേണ്ട കാര്യമാണ്. ഇതിലെ ഏറ്റവും കൂടുതൽ ഹോമിയോ ഡോക്ടർമാര് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരവരുടെ അവകാശങ്ങൾ, അവരവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഭരിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളെ അത് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ മാത്രമേ നമുക്കൊരു എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. മറ്റൊന്ന് പൊതുജനാരോഗ്യ നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ പോലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ നിയമം അതേപടി നടപ്പിലാക്കിയാൽ നമ്മൾ ഒരുപാട് ഭേദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് ആശാവഹമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി മറ്റുള്ളവരും പറയട്ടെ, എന്നിട്ട് നമുക്ക് എന്താണ് പരിഹാരം എന്ന് കൂട്ടായി തീരുമാനിക്കാം. താങ്ക് യു. ഓക്കെ, സന്തോഷം അൻസാർ ഡോക്ടറെ. ഡോക്ടറിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഡോക്ടർ പറയുന്നു സംഘടനകൾ ഒന്നും ഇതുവരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടർമാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പെന്നുള്ളത് പോലും സംശയമാണ്. ഇങ്ങനൊരു കുറെ പ്രശ്നങ്ങൾ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാകട്ടെ. എല്ലാവരും അത് കണ്ട് മുമ്പോട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അടുത്തതായി നമ്മുടെ ഡോക്ടർ റോഷൻ ഡോക്ടറെ ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ തുടങ്ങാം. ആദ്യമായി IFPH ഈ ഹോമിയോപ്പതിയുടെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചതിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിലിപ്പം 3 ചർച്ചയിൽ പാർട്ടിസിപ്പൻസും ഏകദേശം പറയാനുള്ളതൊക്കെ അൻസാർ ഡോക്ടറും ദേവൻ ഡോക്ടറും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും 3 ആൾക്കാരും ഈ കാര്യത്തിൽ, ഹോമിയോപ്പതിയുടെ ഈ കാര്യത്തിൽ ഇതുപോലെ തന്നെ പാരമ്പര്യമായിട്ടും അടുത്ത തലമുറയെ ഹോമിയോപ്പതിയിലേക്ക് ഈ പറഞ്ഞയച്ചെന്നല്ല, ആകൃഷ്ടരായി പോയ അങ്ങനത്തെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് കോമൺ ആയതിന്റെ ഒരു കാരണം ഹോമിയോപ്പതി മേഖലയിലെ സ്വകാര്യ മേഖലയിലെ എന്ന് പറയേണ്ട, ഹോമിയോപ്പതി മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ സ്വകാര്യ ഡോക്ടർമാരെ മാത്രം, അതുപോലെ ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അല്ലാതെ പിന്നെ ഗവൺമെന്റ് മേഖലയിലുള്ള ഡോക്ടർമാരെ അങ്ങനെ പ്രത്യക്ഷമായി ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. തൊഴിൽ ട്രാൻസ്ഫർ, അങ്ങനത്തെ പിന്നെ അവരെ സാലറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാനിത് കണ്ടത് ഈ 2 രീതിയിലാണ് ഇപ്പം ഹോമിയോപ്പതി മേഖലയിൽ പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, നമ്മളെ മെഡിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ തന്നെ ഒരു എൻഡോജനിക് ആൻഡ് എക്സോജനിക് എന്ന് പറയാം. ഒന്ന്, നമ്മൾ ഹോമിയോപ്പതിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഹോമിയോപ്പതി ഡോക്ടർമാർ നേരിടുന്ന ഹോമിയോപ്പതി മേഖലയുടെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളും, പിന്നെ ഹോമിയോപ്പതിയുടെ മേഖലയിൽ നിന്ന് പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളും. ആദ്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ, ഇപ്പൊ 2 ഡോക്ടർമാരും പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ വരുന്നത് ഇപ്പോഴുള്ള നമ്മുടെ പുതിയ തലമുറ ഡോക്ടർമാരുടെ ഇടയിൽ വന്ന ഒരു
പ്രധാന വിഷയമാണ് സയന്റിഫിസിറ്റി ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് സയന്റിഫിക് അല്ല, ശാസ്ത്രീയമല്ല എന്ന ഒരു സംസാരം. ഈ സംസാരം നമ്മുടെ പുതിയ തലമുറയ്ക്കുള്ളിലും ഇവർക്ക് എന്തായാലും അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ശാസ്ത്രീയമാക്കാം, ശാസ്ത്രീയമായി എങ്ങനെ കാണിക്കാൻ പറ്റും എന്ന ഒരു പ്രയത്നത്തിലാണ് ഇപ്പോഴത്തെ പുതുതലമുറ. പക്ഷെ ഇപ്പോഴത്തെ നമുക്കറിയാം ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള എന്താ പറയണ്ട ഒരു മാനദണ്ഡങ്ങൾ വെച്ച് ഒരിക്കലും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്, ക്ലിനിക്കലി കാണിക്കുക എന്നല്ലാതെ. അത് അങ്ങനത്തെ ഘട്ടത്തിലാണ് നമ്മൾ അറിയാം. നമ്മൾ പല ഡോക്ടേഴ്സും, പ്രത്യേകിച്ച് ഈ ജൂനിയർ ഡോക്ടേഴ്സ് പലരും, പുതിയ തലമുറ ഡോക്ടേഴ്സും എന്തോ ഒരു എന്തൊക്കെയോ രീതിയിൽ നാനോ ടെക്നോളജി അങ്ങനെ പറഞ്ഞിട്ട് ഇതിനൊരു ശാസ്ത്രീയമായി പറയാം. പക്ഷെ നമ്മൾ ഈ ഡൈനാമിക് ഫോഴ്സിനെ നമുക്കൊരു നാനോ ടെക്നോളജിയിലൂടെയോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. ഹോമിയോപ്പതി സയന്റിഫിക് ആണ്, ശാസ്ത്രം വളരുമ്പോൾ അത് കണ്ടെത്തിക്കോളും. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി. ഇതാണ് നമ്മളെ ഒരു എൻഡോജനിക് പ്രശ്നമായിട്ട് കാണുന്നത്. പിന്നീട് വരുന്ന രണ്ടാമതുള്ളിൽ നിന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹോമിയോപ്പതി ആഗ്രഹിച്ചു വന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ എത്തിപ്പെട്ട ആൾക്കാരും ഉണ്ട്. ഈ എത്തിപ്പെട്ട ആൾക്കാർക്കാണ് സംശയങ്ങളും ഈ ആണോ അല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹിച്ചെത്തിയ ആൾക്കാർക്ക് അങ്ങനത്തെ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഒരു ഹോമിയോപ്പതി ഒരു വേ ഓഫ് ലൈഫായി എടുത്ത ആൾക്കാരായിരിക്കും. ഈ വേ ഓഫ് ലൈഫായി എടുക്കുമ്പം ഇതുപോലെ ദേവൻ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോമിയോ ഡോക്ടേഴ്സ് ആവുമ്പം അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് രണ്ടാളും ഏൺ ചെയ്യുന്നത് ഹോമിയോപ്പതി എന്നാവുമ്പം നമുക്ക് ആ ഹോമിയോപ്പതിയെ ഈ സാമൂഹികമായി ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ കുടുംബ ഇതിനെല്ലാം ബാധിക്കും. പിന്നെ വരുന്ന ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സംഘടനകളിലൊക്കെ ഇങ്ങനത്തെ ചർച്ചകളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റികളിലൊക്കെ നടക്കാറുണ്ടെങ്കിൽ കൂടി പുതിയതായി വരുന്ന ഈ സംഘടനയിലെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആൾക്കാർ കൂടി വരുമ്പോൾ അവരൊക്കെ എത്രത്തോളം ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ള, പറയാതിരുന്നിട്ടല്ല, സീനിയേഴ്സ് ഒക്കെ പറയാറുണ്ടെങ്കിലും കൂടി എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവര് വീണ്ടും വീണ്ടും ഇത് ഒരു CME പരിപാടികൾ വെച്ചും വീണ്ടും വീണ്ടും ഹോമിയോപ്പതി ഡിറൈവ് ചെയ്തുകൊണ്ടും പുതിയ പുതിയ മെത്തേഡുകൾ, ഹാൻമാനിയം മെത്തേഡ് അല്ലാതെ തന്നെ പുതിയ പുതിയ ഓരോ ഇൻഡിവിജ്വൽ മെത്തേഡ്സിന്റെ പുറകിൽ പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബേസിക്കലി ഒരു ഹോമിയോപ്പതി തന്നെ ഉള്ളൂ. എങ്കിലും ഈ പുതിയ പുതിയ മെത്തേഡ് നമുക്ക് മനസ്സിലാക്കാന്നല്ലാതെ അത് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരും അവർ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവര് ഡെസ്പറേറ്റ് ആവുന്നുണ്ട്. ഇതാണ് നമ്മളെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നം. പുറമേ നിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ കോർപ്പറേറ്റ് അലോപ്പതി മേഖലയിൽ കോർപ്പറേറ്റ് ആധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി, കഴിഞ്ഞ ദിവസം ഇപ്പം അലോപ്പതി MD എൻട്രൻസ് എക്സാം ആയിരുന്നു. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു ക്ലിനിക്കിന്റെ അടുത്തുള്ള ആളെ മകള് എൻട്രൻസ് എക്സാം പോയിരുന്നു, അലോപ്പതി MD എൻട്രൻസ് എക്സാം. അവള് പോയ കോച്ചിങ് സെന്ററിൽ 465 ആൾക്കാരാണ് കോച്ചിങ്ങിന് വന്നത്, MD കോച്ചിങ്ങിന്. അപ്പൊ പൊതുവേ നമ്മുടെ മെഡിക്കൽ മേഖലകളിൽ ഒരു സാച്ചുറേഷൻ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് ഹോമിയോപ്പതി മേഖലയിലും ഉണ്ട്. പക്ഷെ അലോപ്പതി മേഖലയിൽ ഈ സാച്ചുറേഷനെ മറികടക്കാൻ വേണ്ടി എല്ലാ സർക്കാർ സംവിധാനങ്ങളും, ആശാ വർക്കർമാരും, ഇവിടുത്തെ ലാബുകൾ, മാനുഫാക്ചറിങ് ആൾക്കാർ, എല്ലാ കോർപ്പറേറ്റ് ആൾക്കാരും അതിനുവേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ഹോമിയോ ഡോക്ടേഴ്സ്, പ്രത്യേകിച്ചും സ്വകാര്യ ഹോമിയോ ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിൻ്റെ ഒരു വസ്തുത. ഇതിൽ ദേവൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കമ്പനികൾക്കൊക്കെ നമുക്ക് മരുന്ന് തരുന്നതോടുകൂടി അവർ ഉത്തരവാദിത്വം തീർന്നത് പോലെയാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലപ്പുഴയിലായിട്ട് ഏതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എക്സ്പയറി മെഡിസിൻ പിടിച്ച ഒരു പ്രശ്നം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഹോമിയോപ്പതി മേഖലയിൽ എക്സ്പയറി മെഡിസിൻ വരുന്നതിന്റെ പ്രധാനമായ കാരണം ഡംപിങ് ഓഫ് മെഡിസിൻസ് ആണ്. ഈ ഡംപിങ് വരുന്നതിന്റെ ഒരു കാരണം ഇവര് ഈ മാനുഫാക്ചറേഴ്സ് ഡോക്ടേഴ്സിന് ഓഫർ കൊടുത്തിട്ടൊക്കെ മെഡിസിൻ വാങ്ങാൻ നിർബന്ധിതരാക്കും. സാധാരണഗതിയിൽ ഒരു മെഡിസിൻ മാനുഫാക്ചർ ചെയ്തിട്ട് അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്ന അധികാരം ആ ഉണ്ടാക്കിയ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് നമ്മളെ ഈ നിയമം അങ്ങനെ. പക്ഷെ ഹോമിയോപ്പതി മേഖലയിൽ അത് വളരെ, പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനികൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അവർക്ക് എക്സ്പയറി മെഡിസിൻ തിരിച്ചു കൊടുക്കണം 4 മാസം അല്ല 6 മാസം മുമ്പ് പറയണം എന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സും മെഡിസിൻ സ്റ്റോക്ക് ചെയ്യുന്നത് കുറയ്ക്കും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് മെഡിസിൻസ് കുറയും. പിന്നെ അടുത്തത് വില കൂടുതൽ. പൗണ്ട് പൊട്ടൻസി നിർത്തലാക്കി അന്ന് തൊട്ട് തന്നെ നമുക്കിപ്പോൾ അറിയാം, ഹോമിയോ മെഡിസിൻ ഡോക്ടേഴ്സിന് എല്ലാവർക്കും അറിയാം, പണ്ട് ഒരു പൗണ്ട് മെഡിസിൻസ് 450 ml അല്ല 500 ml ഡയലൂഷൻസിന്റെ വിലയാണ് ഇപ്പോഴത്തെ ഒരു 100 ml മെഡിസിൻ്റെ വരുന്നത്. അത് മദർ ടിഞ്ചർ ആണെങ്കിലും പൊട്ടൻസി മെഡിസിൻസ് ആണെങ്കിലും. അപ്പൊ അതിന് ആനുപാതികമായിട്ട് നമ്മളെ ഫീസിൽ വർധന വരും. ഡോക്ടറെ സൗണ്ട് കുറച്ച് കുറയുന്നു, ഇച്ചിരി ഫ്രണ്ടിലോട്ട്. അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഫീസ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും. പിന്നീട് വേറൊരു കാര്യം, നമ്മളൊരു ഹോമിയോ ഡോക്ടർ ആവുന്ന നമ്മളെ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ മാത്രമാണ്. നമ്മളെ പേഷ്യൻസിനെ കാണുമ്പോഴും മെഡിസിൻ കൊടുക്കുമ്പോഴും ഫീസ് പറയുമ്പോഴും മാത്രമാണ് നമ്മൾ ഹോമിയോ ഡോക്ടർ ആവുന്നത്. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമൂഹത്തിലെത്തുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സാണ്. എല്ലാ മേഖലകളും നമ്മളെ ഡിഗ്നിറ്റിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അലോപ്പതിക്കാർ ജീവിക്കുന്ന അതേപോലെ തന്നെയാണ് ജനങ്ങൾ നമ്മളെയും കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റും മെഡിസിന്റെ കോസ്റ്റും എല്ലാം വരുമ്പോൾ ഫീസ് വർധന നിർബന്ധമാവും. ഫീസ് വർധന നിർബന്ധമാകുമ്പോൾ അത് നമ്മളെ പ്രാക്ടീസിനെ ബാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പുറമെ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ഫാർമസി മേഖലകളിലുള്ള ഒരു ഏറ്റവും വലിയൊരു ഹോമിയോപ്പതിയിലെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനുദിനം കുറഞ്ഞ ഒരു ടൗണിൽ ഒരു ഹോമിയോപ്പതി മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അവിടെ ഹോമിയോപ്പതിയുടെ ഒരു പ്രൊപ്പഗേഷൻ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു അലോപ്പതി മെഡിക്കൽ ഷോപ്പ് നടത്തുന്നതിനെക്കാട്ടും തലവേദനയും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഒരു ഹോമിയോപ്പതി സ്റ്റോക്കിന്റെ കാര്യത്തിൽ വരെ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആയുർവേദ മേഖലയിലാണെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടെ വെച്ച് തന്നെ ഒരു ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു ഹോമിയോ ഡോക്ടർക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പറ്റില്ല. അയാളെ ആ പ്രിമൈസിസിൽ വരെ പറ്റില്ല. വേറെ നമ്പർ എല്ലാം വേറെ തന്നെ വേണം. അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അലോപ്പതിക്കുള്ള റെസ്ട്രിക്ഷൻസാണ്. ഇങ്ങനത്തെ അലോപ്പതിക്കുള്ള റെസ്ട്രിക്ഷൻസ് മുഴുവൻ ഹോമിയോപ്പതിക്കും ഉണ്ട്. പക്ഷെ അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നുമില്ല. ഇതാണ് നമ്മളെ ഈ സ്വകാര്യ മേഖല നേരിടുന്ന വേറൊരു പ്രശ്നം. ഈ മെഡിസിൻ ഈ പിന്നെ പർച്ചേസും മെഡിസിൻസിന്റെ കാര്യത്തിലും ക്ലിനിക്ക് നടത്തുന്ന കാര്യത്തിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പബ്ലിക് ഹെൽത്ത് ആക്ട് ഇപ്പൊ നമുക്ക് ആക്ടായി വന്നിട്ടില്ല എന്നല്ലാതെ, ആക്ഷൻ നടപ്പിലാക്കിയിട്ടില്ല എന്നല്ലാതെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആ പബ്ലിക് ഹെൽത്ത് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ആശാ വർക്കേഴ്സ് ആണെങ്കിലും എന്തിനു പറയുന്നത്, നമ്മളൊരു ടെസ്റ്റിന് ഒരു ലാബിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ വരെ ഇത് റിപ്പോർട്ട് ചെയ്യാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ വിടുന്ന കേസുകൾ മുഴുവൻ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് അവർക്കൊക്കെ അതിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അടുത്ത PHCയിലേക്കോ എങ്ങനെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയോ റെഫർ ചെയ്യേണ്ട രീതിയിലേക്കാണ് എത്തിയത്. അല്ല, അവർക്ക് ഭയമാണ്, അവർക്കെതിരെ നടപടി വരും എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സിംഗിൾ ഡോക്ടർ ക്ലിനിക്കിന് വേണമെങ്കിലും കൂടി, പക്ഷെ അതിന്റെ ഡെറിവേഷൻ അത്ര കറക്റ്റായിട്ട് വന്നിട്ടൊന്നുമില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ സിംഗിളായിട്ട് കണക്കാക്കും എന്നുള്ളതൊക്കെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. പിന്നെ ഈ ക്ലിനിക്കിൻ്റെ അകത്ത് വേണ്ട സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളൊക്കെ എന്താണ് ഈ സിംഗിൾ ഡോക്ടർ ക്ലിനിക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പറയുന്നത് ഒറ്റ റൂമിൻ്റെ അകത്ത് ഒരാൾ ഡിസ്പെൻസ് ചെയ്യുന്നതും പിന്നെ കൺസൾട്ട് ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതും എല്ലാം കൂടി ഒരു റൂമിൻ്റെ ഉള്ളിലുള്ളതാണ് സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക്. അത് 2 റൂമും അതുപോലെ തന്നെ മെഡിസിൻ എടുത്തു കൊടുക്കാൻ വേറൊരു ഭാഗം കൂടിയാണെങ്കിൽ അത് ഒരിക്കലും സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക് അല്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ നമ്മളെ പിന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലും നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വകാര്യ മേഖലയെ ബാധിക്കുന്നുണ്ട്. ഹോമിയോപ്പതിയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വകാര്യ ഹോമിയോ ഡോക്ടർമാരെ മാത്രമാണ് ബാധിക്കുന്നത്. അതേപോലെ തന്നെ സംഘടനകളെ ആണെങ്കിലും സർക്കാരിനെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ടാക്സിന്റെ രൂപത്തിലും എല്ലാ രൂപത്തിലും സഹായിക്കുന്നതും സ്വകാര്യ ഡോക്ടർമാരാണ്. അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നത്, പിന്നെ ക്വാളിറ്റി ഓഫ് മെഡിസിൻസും വലിയൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ കാലത്ത്. ക്വാളിറ്റി ഓഫ് മെഡിസിൻ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഈ എൻഡോജനിക് കോസസ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് എക്സോജനിക് കോസസിനെക്കാട്ടും. ഈ സയന്റിഫിസിറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം വരുന്ന കുറെ വ്യാജ ഡോക്ടർമാരുടെ പ്രശ്നം, അക്യുപഞ്ചർ ക്ലിനിക്കുകൾ, ഇതൊക്കെ നമ്മളെ പല രീതിയിലും ബാധിക്കും. അക്യുപഞ്ചർ ക്ലിനിക്ക് നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി അതിന് ശേഷം നമ്മൾ സംസാരിക്കാം.
ഓക്കെ, ഡോക്ടർ റോഷൻ, വളരെ സന്തോഷം. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറും വ്യക്തമാക്കി. അപ്പോൾ ഇനി ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത് ചർച്ച ചെയ്യാം. ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. തീർച്ചയായും അതിമനോഹരമായ ഒരു ചർച്ചയാണ് വേദിക്ക് 3 പേര് സമ്മാനിച്ചത്. നമ്മൾ ഈ സ്വകാര്യ മേഖല, പ്രൈവറ്റ്, ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് മേഖല എന്നതിലുപരി ഹോമിയോപ്പതി മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയ വശം എങ്ങനെ തെളിയിക്കാം, തെളിയിക്കാതിരിക്കുക, ഇതെല്ലാം ചർച്ച ചെയ്തു. എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ IAPH തുടങ്ങുന്നവരെ ഞാനും വിചാരിച്ചിരുന്നത് കേരളത്തിൽ നമുക്ക് റിസർച്ച് പ്രൂവ് ചെയ്യാനൊന്നും ആൾക്കാരൊന്നും ഇല്ല, ആകെപ്പാടെ ഒരു ഘോഷും ഒരു തോമാച്ചനും മാത്രമാണുള്ളതെന്നാണ്. പക്ഷേ ഈ IAPH വന്നതിന് ശേഷം 100-ലധികം യുവ ഡോക്ടർമാർ റിസർച്ച് പേപ്പറുകൾ നമ്മുടെ വേദിയിൽ അവതരിപ്പിച്ചു. അത് ശരിക്കൊരു അനുഭവം തന്നെയാണ്. കാരണം ഈ ഹോമിയോപ്പതി ശാസ്ത്രീയമല്ല എന്ന് ഇനി നമുക്ക് പറയേണ്ട യാതൊരു കാര്യവുമില്ല, ആരുടെ മുമ്പിലും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്ര കണ്ട് ശാസ്ത്രീയമായ പേപ്പറുകളാണ് ഈ വേദിയിൽ തന്നെ പല യുവ ഡോക്ടർമാരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ സെൻട്രൽ നാഷണൽ ഹോമിയോപ്പതി കൗൺസിൽ കൊടുത്തിരിക്കുന്ന പ്രോപ്പർ ഗൈഡ് ലൈൻസ് വെച്ച് അവർ നടത്തിയ റിസർച്ച് വർക്കുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ഡോക്ടറായ പ്രകാശ് റാവു ഡോക്ടർ എത്ര കണ്ട് റിസർച്ച് പേപ്പറുകളാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മളിനി തർക്ക വിഷയങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പേർപ്പസ് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുക, അതുവഴി അവരെ ശരിക്കും ബോധവൽക്കരിക്കുക. ഇവിടെ നാനോ ടെക്നോളജി വഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊന്നും അല്ലല്ലോ. നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, റോഷനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഡൈനാമിക്സ്, അതാണ് നമുക്ക് ഡൈനാമിക് പവർ, അത് എന്താണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചറിയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത തന്നെ പ്രൂവ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ റിസർച്ച് വർക്കുകളായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലുള്ള ഓരോ കേസും, സക്സസ് ആകുന്ന ഏത് കേസും നമുക്ക് നമ്മുടെ നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ റിസർച്ച് വിങ്ങിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി മുതൽ ആരുമായിട്ട് തർക്കിക്കേണ്ടി വരില്ല. തർക്കിക്കുന്നവരോട് നിങ്ങൾ നേരെ ആ സൈറ്റിൽ പോയി അത് വായിക്കുമെന്നും ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇത് തന്നെയാണ് ഇത്രയും നാൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അവർ പറയുന്നതെല്ലാം അവർ റിസർച്ച് ഉണ്ട്, ആ റിസർച്ച് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ കാണാം, സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ടുതരാം. ഇത് തന്നെ ഇനി നമുക്കും പറയാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഹോമിയോപ്പതിയുടെ സയൻറ്റിഫിസിറ്റിയെക്കുറിച്ച് നമുക്കാർക്കും ഇനി ഒരു ലേശം സംശയം വേണ്ട. ഡോക്ടർ ഹനുമാൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അതേ രീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി വളരെ ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത കുറേ കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട് IAPHൻ്റെ പേപ്പറുകളുടെ ഇടയിലൂടെയുണ്ട്, നമ്മുടെ വീഡിയോസിലുണ്ട്. അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിക് റിസർച്ചിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു 2 ലക്ഷത്തോളം ഡോക്ടർമാരുള്ളതിൽ എല്ലാവരും ഒരു കേസ് വെച്ച് അപ്ലോഡ് ചെയ്താൽ തന്നെ 2 ലക്ഷത്തോളം കേസുകളാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, അതിലൊരു 10% പേര് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം 20,000 കേസുകൾ വരും. അപ്പോൾ ഈ കേസുകൾ എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അതിഗംഭീരമായ പ്രസന്റേഷൻ നടത്തിയതിൽ സന്തോഷം. നമുക്ക് ഇനിയും ഇതുപോലുള്ള ചർച്ചകൾ വേണ്ടിയിരിക്കുന്നു, തുടർന്ന് ചർച്ചകൾ ചെയ്യാവുന്നതാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ധനേഷ് ഡോക്ടറെ സന്തോഷം. ഇനി അടുത്തത് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മനോജിനെ ക്ഷണിക്കും. നന്ദി ഡോക്ടറെ. ആദ്യമായിട്ട് ധനേഷ് ഡോക്ടറെ അഭിനന്ദിക്കുന്ന, കാരണം ഡോക്ടർ ബ്രെയിനാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ചെയ്യുന്നുണ്ട്. റിസർച്ച് പേപ്പറിനെ കുറിച്ച് പറഞ്ഞത്, അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ആരും നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് വിഷമം തോന്നരുത്. കാരണം നമ്മുടെ ഡോക്ടർ ചന്ദ്രജ ഈ IAPHന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരിക്കൽ പറഞ്ഞു 149 പേപ്പർ 6 മാസത്തിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. CCRHന്റെ സൈറ്റിൽ, NCHന്റെ CCRH സൈറ്റിൽ തന്നെ ഉണ്ട്. നമ്മളാരും കാണുന്നില്ല എന്നുള്ളത് വേറെ ആരുടെ കുറ്റം, നമ്മുടെ കുറ്റം തന്നെയാണ്. അപ്പൊ യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ആഹാരം കഴിച്ചു. അപ്പൊ ശിഷ്യന്മാരെ മറ്റുള്ളവർ കളിയാക്കി. അപ്പൊ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്, പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു കൊല്ലം മലിനപ്പെടുത്തുന്നതെന്ന്. ഇപ്പൊ എവിടെയാ പ്രശ്നം വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ അത് തന്നെയാണ്. നമ്മൾ മറ്റേ കാര്യം പറഞ്ഞ അർത്ഥമില്ല. ഒന്നിന്റെ കാര്യം പറയാനുള്ളത്, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് വേണം, അത് വളരെ പ്രധാനമാണ്.
അതില്ല എന്നുള്ള പ്രശ്നമാണ്. എല്ലാവരും പറഞ്ഞത് ചെറിയ ക്ലിനിക്കിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്കൊരു നല്ല അവസരം ഉണ്ടായിരുന്നു. അത് ബജാജ് ഫൗണ്ടേഷൻ ഹോമിയോപ്പതിയായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഈ സെപ്പി അന്തരീക്ഷത്തിൽ സ്പ്രേ ചെയ്യുന്ന ഒരു കാര്യം വന്ന് അവസാനം സ്പ്രേ ചെയ്ത ആൾ തന്നെ മരിക്കുകയും ചെയ്തതോടെ അദ്ദേഹം അത് മതിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. വേറൊരു വിദ്വാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ് ആഴ്സനിക് ആൽബ അല്ല മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തോന്ന് കോവിഡ് നോസോഡ് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആഴ്സനിക് ആൽബ് തെറ്റാണെന്ന് തെളിയിച്ച് കാണിച്ചു. അലോപ്പതി ഡോക്ടർ അല്ല, നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഈ പറഞ്ഞ അകത്തുനിന്ന് പുറത്തേക്ക് വന്നതാണ് നമ്മളെ മല്ലപ്പെടുത്തിയത്. ഇനി പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഡോക്ടർമാരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു പോപ്പുലാരിറ്റി വേണം ഹോമിയോപ്പതിക്ക്. ഇപ്പൊ ഞാൻ ഈ നമ്മുടെ ചില ഗ്രൂപ്പുകളിലൊക്കെ ഈ ഇതുണ്ടല്ലോ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടല്ലോ നിപ്പ വന്നപ്പോ അതിനെക്കുറിച്ച് റിപ്പോർട്ട് സിംറ്റംസ് ഇങ്ങനെ ഇട്ടു. അത് എനിക്ക് ഇട്ടുന്ന വേറെ ഒരു ആൽബി സാറാണ്, ഡോക്ടറല്ല, ഹോമിയോപ്പതി ഡോക്ടറല്ല. ഇനി സലാഹുദ്ദീൻ സാർ എന്നോട് ചോദിക്കുകയുണ്ടായി ജീനോം സ്റ്റഡികൾ ഹോമിയോപ്പതി നടത്തുന്നുണ്ടോ എന്ന് വെച്ചു. ഞാനിത് ഡോക്ടർമാർ ഗ്രൂപ്പിലിട്ട് ആരും കണ്ട ഭാവം നടിച്ചിട്ടില്ല, ആരും ബാധിക്കുന്നില്ല. അപ്പൊ ഇത് എന്റേതാണ് എന്ന് ഈ സ്വന്തം മക്കളെ തിരിച്ചറിയാത്ത ചില ജീവികളുടെ അവസ്ഥ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ വേറെ കാര്യം, എഡ്യൂക്കേഷൻ. പഴയ കാലത്ത് ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഗുണം എന്ന് വെച്ചാൽ പല പ്രായത്തിലുള്ള ആൾക്കാരാണ് പാഷൻ കൊണ്ട് വരുന്നത്. ജെയിംസ് പോൾ സാർ ആയിരുന്ന ഉദാഹരണം. പുള്ളി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരുന്നു. അവസാനം ക്യാൻസർ ഭേദമാക്കി പട്ടേൽ സാറിനെ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച് പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളിനെ ഇന്ന് മഷീൻ ടോക്കൺ കാണുമോ? ഡിപ്ലോമ കോഴ്സ് എൻ്റെ കൂടെ പഠിച്ച ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആയിരുന്നു. ഇന്നൊരു LD ക്ലാർക്കിന്റെ പണി കിട്ടിയ ഹോമിയോപ്പതി അന്ന് നിർത്തും. അപ്പൊ വീണ്ടും ആ ഒരു രീതി. ഇനി ഒരു കാര്യം കൊണ്ട് നേരത്തെ ഒരു ചർച്ചയിൽ പറയേണ്ട കാര്യം പക്ഷെ പറയാൻ പറ്റിയില്ല, ആവശ്യമില്ലാത്തൊരു പറഞ്ഞു ഇംഗ്ലീഷ് സെഷനിൽ പറഞ്ഞു, അതുകൊണ്ട് പറയുകയാണ്. അതായത് ഈ കോഴ്സ് റീസ്ട്രക്ചർ ചെയ്യണം. അടുത്ത കാലത്ത് ഒരു ഡോക്ടർ മകൻ പറഞ്ഞത് എനിക്കൊരു 3-4 വർഷത്തിനപ്പുറം പഠിക്കാൻ വയ്യാന്ന്. ഇത് കുട്ടികളെ അപ്പൊ ഇനി വരുന്ന കാലത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്ഡ് ആയിട്ട് ഇന്ത്യ മാറുമ്പോൾ ഈ 3-4 വർഷം പഠിക്കുന്ന നല്ല ജോലി കിട്ടുകയാണ്. അപ്പൊ ഈ ഹോമിയോപ്പതി പഠിക്കാൻ ആരുണ്ടാവും? നമ്മളെ ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സമീപനം, നമ്മൾ ഈ എന്ത് വന്നാലും വളരെ സ്ലോ ആണ്, ലതാർജിക്കാണ്, ഒരു കാര്യത്തിൽ റെസ്പോണ്ട്. അജയകുമാർ സാർ, അത് നേമത്തെ വിദ്യാലയ കോളേജിലെ മാനേജർ, കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങളാണ് വിതിൻ 12 hours റെസ്പോണ്ട് ചെയ്യും. ഇത് നിങ്ങളെ എന്ത് പറഞ്ഞാലും ആരും ഒന്നും മിണ്ടില്ല. സത്യമാണ്, നമുക്കല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് നമ്മുടെ കുഴപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ ഡോക്ടർ പറഞ്ഞാലും എത്തപ്പെട്ട ശരിയാ വഴിതെറ്റി വന്ന വാനമ്പാടുകൾ ഒരുപാടുണ്ട്, സത്യമാണ്. അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണത തന്നെ ഇരിക്കുന്ന കവര മുറിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകരെ പറയണത് ശരിയല്ല, എന്നാൽ പോലും പറയേണ്ടതുണ്ട്. വേറൊരു കാര്യം, അധ്യാപകരുടെ മുഖഭാവം. നമുക്കൊന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അധ്യാപകരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർ വാത്സല്യത്തോടെ വിദ്യാർത്ഥികളോട് ഇടപെടുന്ന എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. ഇവരാരെ നോക്കിയാ പഠിക്കുന്നത്? അവർ പഠിച്ചപ്പോ അവരെ മുമ്പിൽ നിന്ന് അധ്യാപകനെ ഓർമ്മ വരണം, എങ്കിലും അവർ നാളെ അധ്യാപകനാകുമ്പോൾ അത് മാറുള്ളൂ. അതും മാറണം. പിന്നെ വേറൊരു ഭീഷണി ഇൻഷുറൻസ് ആണ്. അപ്പൊ ആൾക്കാർ നോക്കും ഇൻഷുറൻസ് കിട്ടുമെന്ന് നോക്കുന്നത്. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി ഉള്ളതുകൊണ്ട് നേരെ അങ്ങേയറ്റത്തെ ആശുപത്രി തന്നെ പോകും. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജോസൈസ് സാറിടയ്ക്ക് ഷെയർ ചെയ്തിരുന്നു, എത്രയോ 2000-3000 അലോപ്പതി ആശുപത്രിയിൽ പോയെന്ന്. അതുപോലെ മെഡിക്കൽ സ്റ്റോർ 30,000 അലോപ്പതി മെഡിക്കൽ സ്റ്റോറിന്റെ കേരളത്തിൽ ഇപ്പം ഏതാണ്ട് ഒരു വർഷം 1000 അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഓൺലൈൻ ട്രേഡിംഗ് വരികയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കുന്ന അർത്ഥമില്ല. മെഡിസിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് സാമാന്യമായിട്ട് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ച വെച്ച് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ഈ പറഞ്ഞ പോലെ സ്വയമേവ മൃഗേന്ദ്രത, അത് മാത്രമാണ് പരിഹാരം. നന്ദി. ഓക്കെ മനോജ് ഡോക്ടറെ, ഇനി പരിഹാരം ഇപ്പൊ മനോജ് ഡോക്ടർ പറഞ്ഞത് കുറച്ചൊക്കെ എല്ലാവരും സംസാരിച്ചപ്പോൾ തന്നെ പരിഹാരവും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. എന്തായാലും വളരെ നല്ലൊരു ചർച്ചയായിരുന്നു, നല്ലൊരു പാനൽ തന്നെ ആയിരുന്നു. പക്ഷെ നമുക്കിത് ഒരു ദിവസം കൊണ്ട് അതിന്റെ ആ ഒരു എന്താണ് ഗണേഷ് ഡോക്ടർ ഡോക്ടർ ഗോപിനാഥിനെ എന്ന് വിളിക്കും. ഡോക്ടർ ഗോപിനാഥ് സംസാരിക്കാവോ? ഡോക്ടർ ഗോപിനാഥ് ഉണ്ടോ? ഉണ്ട്. പി ഗോപിനാഥ്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? അൺമ്യൂട്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഉണ്ടോ ഡോക്ടർ ഗോപിനാഥ്? ആളുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഡോക്ടർ ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടർ സംസാരിക്കാം. കേൾക്കാമോ? കേൾക്കാം.
എല്ലാരും പറഞ്ഞ അനുസരിച്ച് എന്താണ് കുഴപ്പം, നമ്മുടെ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് പറഞ്ഞ പോലെ നമ്മളിൽ തന്നെയാണ് കുഴപ്പം എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണല്ലോ. നമ്മളിത് പരസ്പരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, തോന്നേണ്ടവർക്ക് തോന്നണം. ഈ നമ്മൾ വിമർശിക്കുമ്പം അത് പലർക്കും, ഇപ്പൊ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ അധ്യാപകരുടെ കാര്യം തന്നെ, നമ്മൾ പല കാര്യങ്ങൾക്കും ഇപ്പൊ IFPHന്റെ രീതിയിൽ തന്നെ നമ്മൾ 3-4 തവണ പല ഹോമിയോ കോളേജുകളിലും ചെന്നിരുന്നു. അന്നേരം പിന്നെ ഭാഗ്യത്തിന് സേട്ട് സാറ് കൂടെ ഉള്ളതുകൊണ്ട് സാറിനെ ബഹുമാനിക്കാൻ വേണ്ടി എല്ലാരും ഒത്തുകൂടി. അന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞത് തന്നെ പിന്നെ ഒരു ചുവട് അവര് മുമ്പോട്ട് അനക്കിയിട്ടില്ല. പിന്നെ ചോദിക്കുമ്പം പിന്നെ കേട്ട ഭാവം പോലും ഇല്ല. പിന്നെ ഇനി എപ്പോഴും സേട്ട് സാറിനെ കൊണ്ട് പോകാൻ പറ്റുമോ? ഇത് ഡയറക്ടറേറ്റിനും അതേ അനുഭവമാണ്. ഞങ്ങൾ ചെന്ന് ഹെൽത്ത് ബില്ലിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഡയറക്ടർ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതൊക്കെ നേരെ ആക്കിയാലേ നടക്കൂ എന്നുള്ളത് വ്യക്തമാണ്. ഇനി വേറെ കാര്യം നമ്മൾ കുറ്റം പറയും. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉള്ളവരുണ്ട്. പക്ഷെ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്തെങ്കിലും ഹോമിയോപ്പതിക്ക് എതിരെ പറഞ്ഞാലും അവര് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം കൂടെ കാണിക്കണം. അത് തിരുത്താനുള്ള, നമ്മൾ അവരുടെ അടുത്ത് ഉടക്കിയൊന്നും വേണ്ട, കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ ഇങ്ങനെ. പക്ഷെ അതല്ല ചെയ്യുന്നത്. അവര് പറയുന്നത് തന്നെ ശരി എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിച്ചവരും പറയല്ലേ അത് ശരി തന്നെയാണ്, പിന്നെ അവര് അതിനെ മാറ്റും. അതൊന്ന് മാറണം. ഇങ്ങനെയുള്ള നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാലേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആർക്കും അതിൽ വിഷമവും തോന്നണ്ട. നമ്മൾ തന്നെ ആത്മപരിശോധന നടത്തുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ഷഫീഖ് ഡോക്ടറെ, അപ്പോ ഏകദേശം നമ്മുടെ ഇന്നത്തെ ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒത്തിരി വിലപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ പാനലിസ്റ്റുകളും ഇന്നിവിടെ അവതരിപ്പിച്ചത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ദേവൻ ഡോക്ടർ എന്തോ പറയാം, അല്ല ഇനി വൈൻഡപ്പ് ചെയ്യാണ് ഡോക്ടറെ. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൂടെ ചർച്ച വെക്കാം. ഇന്നത്തെ പത്രത്തിലുള്ള ഒരു വാർത്ത, ഞാൻ ഒരു സുബോധാർഹമായ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ മെഡിസെപ്പിലെ ആയുഷ് സിസ്റ്റങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നുള്ള വാർത്തയാണ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് അനുകൂലമായ ചില നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. തീർത്തും നിരാശാഭരിതരാകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ വരണം. അപ്പൊ അങ്ങനെ ഒരു ഇന്നത്തെ പത്രത്തിലുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം. മെഡിസെപ്പിലേക്ക് ആയുഷ് സിസ്റ്റത്തെ കൂടി ഉൾപ്പെടും. മെഡിസെപ്പിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവർ പുതിയ കരാർ ഏർപ്പെടാൻ പോവുകയാണ്. അതിനെപ്പറ്റി ചർച്ച നടന്നപ്പോ ഇവരുടെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇതുകൊണ്ട് ആവശ്യമായിട്ട് വെച്ചിട്ടുണ്ട്, പേപ്പറിലുണ്ട് വിശദമായിട്ട്. ഡോക്ടറെ, ഇന്നലത്തെ ചർച്ചയിൽ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുകയുണ്ടായി, ഇന്റഗ്രേറ്റഡ് മെഡിസിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആയുഷ് സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു എന്ന് ഇന്നലെ പറയുകയുണ്ടായി. അപ്പൊ ആ രീതിയിലും താമസിയാതെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അപ്പോ നമ്മളെ നിലവിളി കേട്ട് നമുക്ക് ഓരോന്ന് നമുക്ക് അനുകൂലമായി തന്നെ നാളെ വരും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് ഇനി ഇതുപോലുള്ള കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ വന്ന് അടഞ്ഞു കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഈ ക്ഷേമനിധിയൊക്കെ എല്ലാ സംഘടനകളും കൂട്ടായിട്ട് നിന്നൊരു ക്ഷേമനിധിയൊക്കെ തുടങ്ങുന്നത് ഏറ്റവും നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിൽ വരുന്ന കുട്ടികളും തീർച്ചയായിട്ടും ഈ പുഷിങ്ങിലൂടെ അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടി താല്പര്യത്തോടു കൂടി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഹോമിയോപ്പതി മേഖല ഉയരാൻ സാധിക്കും. പിന്നെ അതുപോലെ എന്താണ് സംഘടനകളുടെ ഒരു വിമുഖത, ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും സംഘടനകൾ അത് നല്ല രീതിയിൽ അതിന് എതിരെ പ്രതികരിക്കുകയും എന്താണ് അവരവരുടെ അഭിപ്രായങ്ങൾ നിലപാടുകളും വ്യക്തമാക്കിയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. എന്തായാലും നല്ലൊരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പാനലിസ്റ്റുകളായ ഡോക്ടർ ദേവൻ, ഡോക്ടർ അൻസാർ, ഡോക്ടർ റോഷൻ, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ധനീഷ്, ഡോക്ടർ മനോജ്, എല്ലാവരും തന്നെ ഒരുപാട് അത്യാവശ്യമായ കാര്യങ്ങൾ, വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. എല്ലാവർക്കും IFPHന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ്. താങ്ക് യു. താങ്ക് യു. ഇനിയും